രക്ഷപ്പെട്ടു. ആര് രക്ഷപ്പെട്ടു? നിന്നെ കേട്ടാൻ വന്നോ രക്ഷപ്പെട്ടു എന്ന് പറ. നീ ജന്മത്തിൽ നന്നാവിട. ഞാൻ മുരുകന്റെ കൂടെ ഇറങ്ങി പോകുന്നതാ. അയ്യോ, 2 ദിവസം കഴിഞ്ഞ ഈ കൊച്ചിന്റെ കല്യാണോ? ടീച്ചറിലെന്ന് വെച്ച് കണ്ട പെണ്ണുങ്ങളെ ഒന്നും വിളിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റില്ല. ഞാൻ കണ്ട പെണ്ണൊന്നുമല്ല, നല്ല 1-ാം തരം തറവാട്ടുകാരിയാ. മുരുക, ഇവിടെ ഈ നിമിഷം ഇവളുടെ വീട്ടിൽ കൊണ്ട് വിട്ടോണം. നാളെ മറ്റന്നാൾ അതിന്റെ കല്യാണം. അതിന് ബോധമില്ലെന്ന് മനസ്സിലായി. നീയും കൂടെ അങ്ങനെ ആയാലോ? പിന്നെ ഞാൻ എവിടെ നിന്ന് കിട്ടിയടാ ഇതിന്? ദൈവമേ, ഇതേത് സാധനം? കുടിച്ചത് കൂടിയാവോ? ടോമിച്ചായ സ്ഥലത്തെ പ്രധാന പാമ്പ. ഈ റിമിയുടെ അപ്പനാ. ഓഹോ, അപ്പൊ ഇവളാണല്ലേ റിമി ടോമി. എടേ, മര്യാദക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. നിനക്ക് മടിയുണ്ടെങ്കിൽ നിന്റെ കൂടെ ഒരുത്തിനല്ലേ മുരുകനാ കിരുകനാ, അവനെ ഇങ്ങനെ ഇറക്കി വിടറി. നിന്നോടാ പറഞ്ഞേ, വരുമ്പോ കയ്യില് ലേശ അച്ചാറ് ഉണ്ടെങ്കിൽ കൊടുത്തയക്ക്. ഉണ്ടെങ്കിൽ മതിട്ടാ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയണേ. മുണ്ടുടിപ്പിക്കുക MLA-മാരെ പറഞ്ഞയക്കോ? അല്ല, ഞാനിപ്പോ എന്തിനാ ഇവിടെ വന്നത്? അച്ചാറിന്റെ കാര്യം പറഞ്ഞു. മുരുകൻ ഇറക്കി വിടറി. പള്ളുരുത്തി മുതൽ പനാമ വരെ പിടിയുള്ളവനാ ഈ ടോമി പാറേക്കാടൻ. അവിടെ കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എനിക്ക് തോന്നുന്നു അവന്റെ കൂടെ ജീവിക്കും. ജീവിച്ചോടി, ജീവിച്ചോ. മരണം വരെ നീ ജീവിച്ചോ. താഴെ വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേടി നീ എന്നെ കൊണ്ടു നടന്നത്? നിന്റെ പാവ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണം കഴിക്കാതിരിക്കുന്നത് എന്താണെന്ന് അറിയോ? നിന്റെ അമ്മ പോലെ വേറൊരു പിശാചി കുടുംബത്ത് വരണ്ടെന്ന് വിചാരിച്ചിട്ടാ. കർത്താവ് പറഞ്ഞിട്ടില്ലേ വലതുകരം ചെയ്യുന്നത് എന്താണെന്ന് ഇടതുകരം അറിയാതിരിക്കട്ടെ എന്ന്. അച്ചാറുണ്ടെങ്കിൽ ലേശം കൊടുത്തേക്കിടി. എനിക്കതല്ല പ്രശ്നം. ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ, ഇങ്ങനെ മുണ്ടെടുക്കാനാണ് ഈ മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലേ? അത് ശരി. താഴത്ത് വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും. ഞാൻ തോറ്റു എന്റെ കർത്താവേ. ഈ ഡബിൾ മുണ്ട് കണ്ടുപിടിച്ചവന്റെ അമ്മയ്ക്ക് വിളിക്കണം. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ അങ്ങനെയല്ലേ നീ എന്നെ നോക്കിയത്? താഴത്ത് വെച്ചാ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേ നീ എന്നെ വളർത്തിയത്? ഹലോ, കാണണല്ലോ. ആ ഷംസുവാ. ഡോഗ് ഒന്ന് കാണണമെന്ന്. എന്താടാ? ഒന്നുമില്ല. അത് നമ്മുടെ ടോമിച്ചാനല്ലേ? അയാളെന്തിനാ പോസ്റ്റർ പിടിച്ചു കൊടുക്കുന്നത്? എടാ, നിങ്ങളായിരുന്നു എന്നെ കൊല്ലാന്ന് വിചാരിച്ചോടാ. ചാവി എടുക്കടാ, ചാവി എടുത്താടാ നീ. എന്റെ കൂടെയുള്ള ഈ ജെന്റിൽമാൻ ആരാണെന്നറിയോ? ഡോക്ടറെ, ഗൈനക്കോളജിസ്റ്റ്. വണ്ടി എടുക്കടാ, ഡോക്ടറെ നാളെ കാണാം. എനിക്ക് അവളെ അവനെ ഒന്ന് കാണണം. ഞാൻ അവരുടെ തന്തയാണെന്നുള്ളോ പറയണേ. നീ ചാവി എടാ, അണ്ടർവേൾഡ് മുഴുവൻ എന്റെ കയ്യിലാ. നിനക്കറിയോ? ദാവൂദ് ഇബ്രാഹിം, ഹാജി മത്താൻ, ചോട്ടാ ഷക്കീല, പട്ടണ റഷീദ്, പട്ടണ അവര് പ്രതീക്ഷ. ഈ വണ്ടിയിലെ യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾക്കൊരു ഡോക്ടറെ പരിചയപ്പെടുത്തിയെന്നില്ലേ? ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജോസ്. അയാൾ രാഷ്ട്രപതിയിൽ നിന്ന് വെള്ളി മെഡൽ മേടിച്ചിട്ടുള്ള ആളാ. നീലക്കൊയിൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അപ്പൊ വെള്ളടി ഉണ്ടല്ലേ? ഞാൻ ഇപ്പൊ വരാം. നീ ചാവി ഇങ്ങോട്ട് തന്നെ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ. ചാവി തരാം. ഡോറ് തുറക്കാൻ പറഞ്ഞു.
ഇതൊന്നും പേടിക്കുന്നവനല്ലടാ ഈ ടോമി പാറേക്കാടൻ. ചുള എണ്ണിത്തന്ന് എന്നെ വിലക്കെടുക്കാമെന്ന് വിചാരിച്ചോടാ. ടോമിച്ചായോ, പിള്ളേര് കാണിച്ചത് ബോറായിപ്പോയി. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങ് മറന്നേക്ക്. ഞാനത് എപ്പോഴും മറന്നു, ഇനിയും മറക്കാം. ഇനി മുതൽ റിമി ടോമിയുടെ മകളല്ല, ടോമി റിമിയുടെ അപ്പനും അല്ല. അല്ലേ ടോമിച്ചാ, വീട്ടിൽ കയറിട്ട് പോവാം. ഇല്ല, ഞാനില്ല. അങ്ങോട്ട് വന്ന മോള് വഴക്ക് പറയും. ഗുജറാത്തി മോനെ, തോക്ക് കൈവശം വെച്ചാ കുഴപ്പമില്ല, ഉണ്ട കയ്യില് വെച്ചാ കുഴപ്പാ. പോട്ടെ. വണ്ടി എടു. എന്താ കാണിക്കുന്നത് ബിലാലെ? എന്താ നിന്റെ ടാ പോലെയുള്ള ശരീരം കരിച്ച് ഭസ്മമാക്കാൻ എനിക്കൊരു നിമിഷം മതി. ഞാൻ ആരാണെന്ന് നിനക്കറിയാം, ടീച്ചർ എനിക്ക് ആരായിരുന്നു എന്ന് നിനക്കറിയാം. നിനക്ക് ഈ കേസുള്ള ഇൻവോൾവ്മെന്റ് എന്താ? പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ വെടിപ്പുരയ്ക്ക് ഞാൻ തീ കൊടുക്കും. പിന്നെ നിന്റെ ഭാര്യയ്ക്ക് കോരിയെടുത്തുനിന്ന് കരയാൻ പോലും ഒരു തരി ബാക്കി ഉണ്ടാവില്ല. ബിലാലെ, എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു. ആരെയോർത്തടാ പന്നി നീ പേടിക്കുന്നേ? മേയറെ ബിലാലെ, നമ്മുടെയൊക്കെ കണ്ണെത്തുന്നതിന് മേലെ പറക്കുന്നതാണ് മേയർ. കൊച്ചിക്ക് പുറമെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അയാളുടെ കച്ചവടം തൊടാൻ പറ്റുകയില്ല. അയാളുടെ നേൾ പോലെ നിൽക്കുന്ന ഒരുത്തുണ്ട്, സായിപ്പ് ടോണി. മേയുടെ ബിനാമിയ ആ കപ്പൽ സൂസിയല്ലേ, അവിടെ വിത്ത. മേയറേയും സായിപ്പിനെയും കുറിച്ച് എന്തിനാ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്നേ? കാര്യം പറയടാ. ആ കായലിനടുത്തുള്ള ഗോഡൌണില്ലേ, അത് മേയർക്കും ടോണിക്കും കണ്ണുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ആർക്ക് സ്ഥലം കൊടുത്താലും അവന്മാർക്ക് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് ടീച്ചർ കട്ടായം പറഞ്ഞോടെയാ അവന്മാർ കലിപ്പിലായത്. പിന്നെ 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 മേയറും ടോണിയും കൂടി നടത്തുന്ന ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ഹോട്ടൽ തുടങ്ങാനെന്ന് പറഞ്ഞ് വട്ടിപ്പലിശക്ക് എഡി കാശെടുത്തു. ഹോട്ടൽ പ്ലാനൊക്കെ ഏതാണ്ട് നിയമപ്രശ്നമൊക്കെ പറഞ്ഞ് മേയർ തന്നെ അങ്ങ് പൊളിച്ചു. ടീച്ചർ തന്റെ ഒരു പരാതി തന്നിരുന്നു. അത് ഈ ഹാൻഡിക്കിന്റെ കൂടെ പിള്ളേരെ കയറ്റിവിടുന്ന പരിപാടി ടോണിക്കുണ്ടായിരുന്നു. ഒരിക്കൽ കപ്പലിൽ നിന്ന് കുറെ പിള്ളേരെ രക്ഷിച്ചോണ്ട് വന്ന് ടീച്ചർ. അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നും പറഞ്ഞായിരുന്നു ടീച്ചറിന്റെ പരാതി. എന്നിട്ട് നീ ഈ പരാതി കീറിക്കണം അല്ലേ? ഞാൻ കീറിക്കളഞ്ഞത് നേരാ, പക്ഷെ നിങ്ങളുടെ അനിയൻ എഡി പറഞ്ഞിട്ടാ